എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 64ാമത് ചരമവാർഷികാനുസ്മരണം ഫെബ്രുവരി 20-ന് 1,00,000 പേർക്ക് നേർച്ച സദ്യ ഒരുക്കും. ഇടക്കൊച്ചിയിലെ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 64ാമത് ചരമവാർഷിക അനുസ്മരണം ഫെബ്രുവരി 20 വ്യാഴാഴ്ച വിപുലമായ ചടങ്ങുകളോടെ നടക്കും. ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയിൽ നടക്കുന്ന അനുസ്മരണത്തോടനുബന്ധിച്ച് 1,00,000 പേർക്ക് നേർച്ച സദ്യ ഒരുക്കും. കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് മോൺസിഞ്ഞോർ ഷെയ്ജു പരിയാത്തിശ്ശേരി സഹകാർമ്മികനാവും. 1921 ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ദേവാലയത്തിൽ വികാരിയായി നിയമിതനായ ലോറൻസ് പുളിയനത്ത് നീണ്ട 32 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. 1961 മരണശേഷം ഇടക്കൊച്ചി ദേവാലയത്തിൽ ഖബറടക്കി. മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിനെ 2011 കൊച്ചി രൂപതയുടെ പ്രഥമ ദൈവദാസനായി പ്രഖ്യാപിച്ചത്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 19 വൈകിട്ട് 5:30 മുണ്ടംവേലി പള്ളിയിൽ ദിവ്യബലി നടക്കും. തുടർന്ന് മുണ്ടംവേലിയിലെ ലോറൻസ് പുളിയനത്തിന്റെ ഭവനത്തിൽ നിന്ന് ദീപശിഖ ഛായാചിത്ര പ്രയാണം ഇടക്കൊച്ചിയിലെ ഖബറിടത്തിൽ എത്തിച്ചേരും. ഫെബ്രുവരി 20 രാവിലെ 10 മണിക്ക് നേർച്ച സദ്യ ആശീർവാദവും സമൂഹ ബലിയും ഉച്ചയ്ക്ക് 2:30 മണിവരെ തുടർച്ചയായി ഓരോ മണിക്കൂറിലും ദിവ്യബലി നടക്കും. വൈകിട്ട് 5 ഖബറിടത്തിലേക്ക് പാമ്പായിമൂല സെന്റ് മേരീസ് പള്ളിയിൽ ദിവ്യബലിയും ഇടവകാംഗങ്ങളുടെ റീത്ത് സമർപ്പണ റാലിയും തുടർന്ന് പള്ളി അങ്കണത്തിൽ അനുസ്മരണ സമ്മേളനവും നടക്കും. ബുഫേ മാതൃകയിലാണ് നേർച്ച സദ്യ 1,00,000 പേർക്ക് ഒരുക്കുന്നത്. സദ്യയുടെ നടത്തിപ്പിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി 400ഓളം വളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് അനുസ്മരണ സമ്മേളനം നടക്കുമെന്നും സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 64ാമത്തെ ചരമവാർഷിക അനുസ്മരണത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ ആഘോഷ പരിപാടികളെ കുറിച്ച് മാധ്യമ ലോകത്തെ അറിയിക്കുവാനായിട്ടാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത് ഇതിന്റെ ഈ അനുസ്മരണത്തിന്റെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളാണ്. അതിന്റെ ജനറൽ കൺവീനറാണ് ജെൻസൺ റൊസാരിയോ. മീഡിയ കമ്മിറ്റി കൺവീനറാണ് ശ്രീ ഫ്രാൻസിസ് തോട്ടുവേലി. ഈ മുഴുവൻ കമ്മിറ്റിയുടെയും ചെയർമാനാണ് ബഹുമാനപ്പെട്ട അരുൺ തൈപ്പറമ്പിലച്ചൻ, അരുൺ മാത്യു തൈപ്പറമ്പിലച്ചൻ. ഞങ്ങളുടെ ഇടവകയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയാണ് ശ്രീ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ. ഈ 64ാം ചരമവാർഷിക അനുസ്മരണം പ്രധാനമായും 19, 20 തീയതികളിലായിട്ട് അതിന്റെ വിപുലമായ ആഘോഷങ്ങളോടെ നടത്തപ്പെടുകയാണ്. 19-ാം തീയതി മുണ്ടംവേലിയിലെ ദീപശിഖ തെളിയിക്കൽ പരിപാടിയോടുകൂടെ വൈകിട്ട് 4 മണിക്കാണ് മുണ്ടംവേലി പള്ളിയിൽ ഈ ദൈവദാസൻ പുളിയനത്തിന്റെ ജന്മഗൃഹത്തില് അവിടെ നിന്ന് ദീപശിഖ തെളിയിച്ച് മുണ്ടംവേലി പള്ളിയിൽ വന്ന് അവിടെ ദിവ്യബലി അർപ്പണത്തോടുകൂടെ ദീപശിഖ പ്രയാണം ഇപ്പോൾ അടക്കം ചെയ്തിട്ടുള്ള ഇടക്കൊച്ചി പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഇടക്കൊച്ചിയിൽ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കാണ് രൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്റിഫിക്കൽ ഹോളി മാസ് നടത്തപ്പെടുന്നു. തുടർന്ന് നേർച്ച സദ്യ വരുന്ന 10,000 കഴിഞ്ഞ പ്രാവശ്യവും 30,000-ൽ പരം പേര് വന്നു. അത് 50,000 വരെ പോകുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. അത്രയും പേർക്ക് ഉള്ള സ്നേഹവിരുന്ന് ഒരുക്കി അത് വെഞ്ചരിച്ച് നൽകുന്നതാണ്. ഇടവക വികാരി റവറന്റ് ഡോക്ടർ മരിയൻ ജോസഫ് ഫറക്കൽ, ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ, ജെൻസൺ റൊസാരിയോ, ഫ്രാൻസിസ് തോട്ടുവേലിയിൽ, സെബാസ്റ്റ്യൻ കോയിപ്പറമ്പിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേവദാസന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ട് ചെന്നിട്ടുള്ള വ്യക്തികളൊക്കെ എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലാത്ത പോലെ ചെറുതാണെങ്കിലും അതിലൊരു വലിയ അനുഗ്രഹം കണ്ടിട്ടുണ്ടെന്ന് അവർ പറയാറുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു വിവാഹത്തിന്റെ കാര്യത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന പാവപ്പെട്ടവരൊക്കെ അവർ അനുഭവം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അവർ ചെല്ലുമ്പോൾ അച്ഛൻ പോക്കറ്റിലോട്ട് കയ്യിലിട്ട് എടുക്കുന്ന ചെറിയൊരു നാണയത്തൊട്ടായിരിക്കും. അത് അവരുടെ ചെലവിനൊന്നുമല്ല. പക്ഷെ അച്ഛൻ അത് കൊടുത്തിട്ട് ദൈവം അനുഗ്രഹിച്ചോളും എന്ന് പറഞ്ഞ് കൊടുക്കും.
അത് വാങ്ങിയിട്ട് ഒന്നിനും കുറവില്ലാതെ എല്ലാം മംഗളകരമായി നടന്ന അനുഭവങ്ങൾ ഇവർ പറഞ്ഞത് അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇപ്പോഴും സാക്ഷ്യം പറയും. അപ്പൊ ഈ വിശുദ്ധന്റെ നാമകരണ പരിപാടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ സാക്ഷ്യം പറയുന്ന ഒത്തിരി പേര് വരാറുണ്ട്. അപ്പോൾ കൊച്ചുമക്കളൊക്കെ പലപ്പോഴും വരുന്നത്, പക്ഷെ അവരിപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.